ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ എന്നോ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും. അപ്പം ഈ ഗുണ്ടയ്ക്ക് പിന്നെ പെണ്ണിനെ, അതായത് സഹോദരി വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ടൊരു ജീവിതം കൊടുക്കണം എന്നില്ലേ ഈ ഗുണ്ടയ്ക്ക്? അത് വല്ലാത്തൊരു ഗുണ്ടല്ല, അവൻ ഗുണ്ടയാണ്. അല്ലാതെ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടം, നായ, പട്ടി, പൂച്ച. കാരണം കേരളത്തിൽ വ്യവസായം എന്നല്ല ഒന്നും നടപ്പിലാക്കുന്നില്ല. വെറുതെ എന്തൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളും കേൾക്കാന്നല്ലാതെ ആരെടുത്ത് എന്ത് ഒരു പ്രയോജനമല്ല. നമ്മള് എവിടെ പോണോ? ശരിക്കും കൂടുതലും കാറുകാരാണ്. ഞാനത് എപ്പോഴും പറയും. കാരണം ഇവര് അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്, ഇതിന് കാറിന്റെ ഉള്ളിൽ കയറി ഗ്ലാസ്സാണ് പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നല്ല ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവരണം. സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കാറുകാർക്കില്ല. നല്ല രീതിയിൽ പിന്നെ പോകാനുള്ള കഴിവ് ആണോ? അത് മുന്നേ പോകണമെന്നാണ് ആഗ്രഹം, നമുക്ക് പിന്നിക്ക് വരണം എന്നാണ് ആഗ്രഹം. ഞാൻ നടന്നില്ല. ഇന്നലെ പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടക്കാറ്. അത് ആരും കൊല്ലുകയാണെങ്കിലും തട്ടിക്കൊണ്ടുപോവാണെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒക്കെ ആദ്യമായിട്ടുണ്ടാവുക നമ്മുടെ കേരളത്തിൽ. ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ പോലും അത് ആദ്യമാണല്ലോ, ഒറ്റപ്പെട്ട സംഭവമാണല്ലോ പറയും. അപ്പോൾ ഏതോരുടെ സഹോദരിക്ക് ഏതൊരാള് ഇൻസ്റ്റാഗ്രാം വഴി ഹലോ ഹായ് അയച്ചു തരാം. ആ ചങ്ങായുടെ കൈയും കാലും തട്ടുകൊടുത്തില്ല ഗുണ്ട. എന്താലേ? അപ്പൊ ഈ ഗുണ്ടയ്ക്ക് പിന്നെ പെണ്ണിനെ, അതായത് സഹോദരി വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ടൊരു ജീവിതം കൊടുക്കണം എന്നില്ലേ ഈ ഗുണ്ടയ്ക്ക്? അത് വല്ലാത്തൊരു ഗുണ്ടല്ല, അവൻ ഗുണ്ടയാണ്. അല്ലാതെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടില് പിന്നെ കല്യാണം കഴിക്കാതെ ചെക്കന്മാര് കള്ളും കഞ്ചാവും MDMA അടിച്ച് നടക്കുന്നത്. അല്ലാതെ ഇതൊക്കെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും. പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോരാണ്. നാത്തൂൻ പോര്, അമ്മായിമ്മ പോര്, അമ്മായിപ്പം പോര്, സഹോദരൻ പോര്, അങ്ങനെ മൊത്തം പോരാണ്. ഒരാൾ പറയണ്ടായിട്ടോ, അത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ലാലുരക്സ് പറഞ്ഞ പോലെയാണോ? അപ്പോളേ നല്ല ബ്ലോക്കാണ്. ബ്ലോക്കിൻ്റെ കാര്യത്തിൽ തന്നെ ആദ്യം പറഞ്ഞില്ലേ ഒക്കെ. ഞാനിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണമെന്നല്ല കേട്ടോ, പക്ഷേ ഞാനും പറയാം. സുഹൃത്തുക്കളെ, എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. അതായത് പിന്നെ മനുഷ്യനല്ല കേട്ടോ, ഒരു മൃഗമാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ കാല് അല്ല എൻ്റെ കൈ ആരോ തച്ചൊടിച്ചിട്ടുണ്ട്. എന്താ അറിയാട്ടോ, പക്ഷേ അക്രമകാരിയല്ല, പാവാണ്. അപ്പോൾ അതാ കിടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. ഇവിടുവാ. അപ്പോൾ ആളെ ഞാൻ കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക്? മകനെ ഇവിടെ വാ, നമ്മൾ വാ, ഇടുവാ. അതെന്താ അറിയോ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നൊന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ വല്ല വിഷം ഉണ്ടെങ്കിലോ. കഴിച്ചോ എന്നാ ബിസ്ക്കറ്റ്.
കഴിച്ചോ കഴിച്ചോ. അപ്പോൾ ബാലെങ്കിലും ആട്ടുണ്ട് ഈശ്വര. മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കഴിച്ചോ കഴിച്ചോട്ടോ. ഇത് ഒറ്റപ്പെട്ടൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു നായയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചോട്ടോ. കഴിച്ചോ. നാളെ പാല് തരണം. പാല് വേണമല്ലേ എനക്ക്? അതിൻ്റെ വിചാരം വേറെ എന്തോന്നാണ് തരുന്നതെന്ന്. പാല് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടം. നായ, പട്ടി, പൂച്ച, അതേമാതിരി എല്ലാതും. ഇനിയിപ്പോൾ ആക്രമിക്കാൻ ഇഷ്ടം. പുലിനെയും കടുവേനെയും ആനേനെയൊക്കെ ഇഷ്ടം. കാരണം അവർ ഒരു ചവിട്ടിന്, ഒരു കടിക്ക്, ഒരു മാന്തലിനൊക്കെ നമ്മുടെ ജീവൻ പോകും. നേരെ മറിച്ച് മനുഷ്യന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, മനുഷ്യന്മാർക്ക് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടം, കാല രീതിയും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യന്മാരെ അങ്ങനെയല്ല, മാന്തിയിട്ടും കുത്തിയിട്ടൊന്നല്ല കൊല്ലണത്. കൊല്ലുക പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരാളെ കൊല്ലാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ അറിയോ, അയാളെ സ്നേഹിക്കുക, എന്നിട്ട് അയാളിൽ നിന്ന് ഇറങ്ങി പോവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാം, നിങ്ങൾ ആത്മഹത്യ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആത്മഹത്യയെ കുറിച്ച് പറയാം. പക്ഷേ പോയി പിന്നെ നമ്മൾ നഗരത്തിൽ തന്നെ എത്തി. ഈ നഗരം വല്ലാത്തൊരു ഇഷ്ടമാവും കൊണ്ടാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലേ ഇവിടെ വന്നിങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പോണ വാഹനങ്ങളുടെ എരമ്പത്തിൽ, ശബ്ദത്തിൽ നമ്മുടെ ആ എല്ലാതും അങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ സമയം 6:35 സമയത്തിനല്ലേ പ്രാധാന്യം. ഇന്നലെ ഒരു വാർത്ത ന്യൂസിൽ വായിച്ചു. പിന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടായി. അപ്പോൾ പ്രണയത്തിൻ്റെ നിരാശ കൊണ്ട് മാത്രമാണ് എന്നാണ് ന്യൂസും കാര്യങ്ങളൊക്കെ ന്യൂസുകാരൊക്കെ പറയണത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പറയായിരുന്നു, പക്ഷെ കുട്ടി മരിച്ചു പോയില്ലേ. ഞാൻ പിന്നെയും പറയണമെന്നറിയോ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ എന്നോ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളവാകൂ പറയില്ലേ. അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊരു പ്രയോജനമില്ല. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പാപമാണ് എന്ന് പറയുന്നത്. അത് എല്ലാ മതങ്ങളിലും പിന്നെ പാപമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവും, പല അന്തരീക്ഷങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ മേലെയുള്ള ഒരാളെടുത്ത് പറയാം. ഒരു വിശ്വാസമാണത്. ദൈവം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞൊരു വിശ്വാസം തന്നെയാണത്. അയാളെടുത്ത് അത് തുറന്ന് പറയുക. അയാളെടുത്ത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, എന്താണ് ഉണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെയൊക്കെ വേദനിപ്പിക്കാനും ദ്രോഹിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലോ സമാധാനിപ്പിക്കാൻ ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല. നീ സമാധാനം വഴി നിൽക്ക്, സമാധാനം വഴി ജീവിക്ക്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നിപ്പോൾ ആരും പറയില്ല. പൈസ ഉണ്ടെങ്കിൽ പോലും ആരും പറയില്ല. കാരണം അതങ്ങനെയാണ്. അതിപ്പോൾ കൂടുതൽ ഞാൻ വ്യക്തമാക്കി തരണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൈസക്കാരനും സാധാരണക്കാരനും ഉള്ളൊരവസ്ഥ തന്നെയാണ്. പൈസ ഉള്ളവനെ എല്ലാവരും പിന്നെ ഒന്ന് കാണും, പൈസ ഇല്ലാത്തവനെ ആരും കാണില്ല, ഒന്നും ശ്രദ്ധിക്കാൻ കൂടി ഇല്ല. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെ കഥ പറയുകയാണെങ്കിൽ തന്നെ ഓട്ടം തീരല്ല. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരിക, കരച്ചിൽ വരിക അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആകെ ഓടിയുന്നത് 180 രൂപയ്ക്കാണ്. 180 ഇപ്പോൾ മണക്കാടിക്ക് വന്നത് 100, 280 ഉറുപ്പ്യക്കാണ് ഇന്ന് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ദിവസം ഓട്ടം കമ്മിയും കൊണ്ടേ ഇരിക്കട്ടോ. ഓട്ടം കൂടുതലേ കമ്മിയാവാം. അപ്പോൾ ഇതൊക്കെ ആരെടുത്താണ് പറയുക, ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ ആത്മഹത്യയുടെ ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആത്മഹത്യയുടെ വിഷയത്തിൽ അത് കുറേ തിരിച്ചും മറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പോൾ
അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്വയം ജീവിക്കുക, അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് വിട്ടു നിന്നാൽ മതി. നിങ്ങൾ അത്യാവശ്യം പഠിപ്പൊക്കെ പഠിച്ചിട്ട് കേരളത്തിൽ ജോലി വേണ്ട, കേരളത്തിൽ ജോലിക്ക് ഒരു പ്രാധാന്യമില്ല. കാരണം പിന്നെ ഒരു പ്രവാസി കേരളത്തിലൊരു വ്യവസായം തുടങ്ങിയിട്ട് നമ്മുടെ തൊഴിലാളികൾ അത് മുടക്കി, എന്നിട്ട് അയാൾ കട പൂട്ടി. ശരിക്കും പറഞ്ഞാൽ അയാളും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം കേരളത്തിൽ വ്യവസായം എന്നല്ല ഒന്നും നടപ്പിലാക്കുന്നില്ല. വെറുതെ എന്തൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളും കേൾക്കാന്നല്ലാതെ ആരെടുത്ത് എന്ത് മനസ്സും ഒരു പ്രയോജനമല്ല സുഹൃത്തുക്കളെ. നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരെ സന്തോഷം കാണാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖത്തിൽ അധികം പോയി ചാടുള്ളൂ. നമുക്ക് സന്തോഷം ആരും തരില്ല. നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങളടുത്ത് ഓരോ കാര്യം പറയണത്. അതാകുമ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. സമാധാനിപ്പിക്കില്ല. ഇത്രയും വീഡിയോ ഇട്ടിട്ടും ഇത്രയും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരാൾ പോലും ഈ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, കമന്റ് വഴി ലൈക്ക് വഴിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ വല്ലാത്തൊരു ഇത്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും ആരുടെയും ബാധ്യതയാവാതിരിക്കുക. അപ്പോൾ മക്കളൊക്കെ ബാധ്യതയാണ്. കാരണം മക്കളും ബാധ്യതയാണ്, അച്ഛനമ്മയും ബാധ്യതയാണ്. എല്ലാം കൊണ്ടും കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും വേണ്ട, പിന്നെ ബഹുമാനത്തിന്റെ ആയാലും വേണ്ട, സ്നേഹത്തിന്റെ ആയാലും വേണ്ട, എല്ലാത്തിലും ഒക്കെ ബാധ്യതയും കൊണ്ട് നടക്കണ പോലെയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ, അല്ലാതെ കയ്യിലും മേലെ കിട്ടില്ല. മഴ നല്ല മൂടുന്നുണ്ട് കേട്ടോ. മഴ മൂടിയും കൊണ്ട് ഒരു ചെറുതായിട്ടൊരു അല്ലാത്തൊരു ക്ലൈമറ്റ് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ മഴ അന്ന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്ത് ചിലപ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വരാനുള്ളത് വരും കേട്ടോ സുഹൃത്തുക്കളെ. നഷ്ടപ്പെടാനുള്ളത് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം സഹനശക്തിയാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഭൂമിയിൽ വേണ്ടത്. അല്ലാതെ തൊട്ടാവാടിയെ പോലെ തൊട്ട് കഴിഞ്ഞാൽ പിണങ്ങി പോവല്ല വേണ്ടത്. ഏതാ തൊട്ടാവാടിയെ പോലെ പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. ആ പിണക്കം കാണാൻ 100,000 ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. വെറുതെയാണ്, ഒക്കെ വെറുതെയാണ്. എന്തൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് വേറെ രീതിയിലാണ് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ അങ്ങനെ അത് ആ ലെവലിൽ അങ്ങനെ ഉണ്ടാവും. എന്താ പറയാല്ലേ, എന്താ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് വരികയാണ്. അപ്പോൾ പിന്നെ ജോലിയുടെ കാര്യം തന്നെ പറയാം. ജോലിയാണെങ്കിൽ എവിടെയില്ല, എന്നുമില്ല. അപ്പോൾ ഞാൻ ഓട്ടം വന്നപ്പോൾ ഒരാൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് വണ്ടി കിട്ടാണ്ട് അവിടെ നിന്നപ്പോൾ ഞാൻ ചോദിക്കുകയോ ഞാൻ കൊണ്ടാക്കണോ, വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്നപ്പോൾ എന്നാൽ പോകാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതില് അവരെന്നെ പറയാണ്, ഇപ്പോൾ ആ ഓട്ടം വിളിച്ച ആൾക്ക് ആശാരിപ്പണിയാണ്. അതായത് അപ്പോൾ മുമ്പിൽ പറയണേ അപ്പം മെഷീനറി വന്നുകൊണ്ട് ഒരാൾക്കും പണിയില്ലാതെയായി. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ബംഗാളികൾക്കുമാണ് പണി, മലയാളികൾക്കൊന്നും പണിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്തല്ലേ ഒക്കെ ശരിയാവാതെ എവിടെ പോവാൻ? കിഴക്ക് പടിഞ്ഞാറ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. അയാളിതൊക്കെ കാണുന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ചിലപ്പോൾ ദൈവത്തിനെ ചീത്ത അറിയാറുണ്ട്. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർത്തമാനം പറയാറുണ്ട്. ദൈവത്തെ ഞാൻ ചോദ്യം ചെയ്യാറുണ്ട്, അതുകൂടി ഞാൻ പറയാം. അപ്പോൾ മൂപ്പര് ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ക്ഷമിച്ച് നിൽക്കുന്നുണ്ടാവുമ്പോൾ ദൈവത്തിനേക്കാളും വലിയ ക്ഷമ നമുക്കുണ്ടോ? ഒരിക്കലും ഇല്ല. ഏറ്റവും വലിയ ക്ഷമ ദൈവത്തിനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ കാലത്തിനാണ് ഏറ്റവും വലിയ ക്ഷമ. കാലം നമ്മോട് ഒരിക്കലും കണക്ക് ചോദിക്കും. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും. ഒരാൾക്കും
പിന്നെ ഞാൻ പറഞ്ഞു വിട്ടുകൊടുക്കാൻ വയ്യ. ഒരാൾ പോയിട്ട് പോയാൽ പോരെ എന്നുള്ളൊരു ഇതാണ്. ഇതന്നെയാണ് നമ്മൾ വിജയിക്കാത്തത്, ഇതന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാത്തത്, ഒരാൾ രക്ഷപ്പെടാത്ത ഇതാണ്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ബൈക്കാരൻ പോകുന്നുണ്ട്. ഞാൻ അവൻ്റെ പിന്നെ മുറുകെ ഇല്ലെങ്കിൽ നിസ്കാരത്തോടു കൂടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവനെന്താ വിചാരിക്കുക? അതേപോലെ അവന് എൻ്റെ വണ്ടിക്ക് നേരെ വട്ടം വെച്ച് കഴിഞ്ഞാൽ ഞാനെന്താ വിചാരിക്കുക? അതാണേ. അപ്പോൾ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ന ലോകം, എന്ന ജനങ്ങള്. കോങ്ങാട് വരെ പോകേണ്ടി വരും. നമുക്ക് കോങ്ങാടിത്തെ കാഴ്ചകളൊക്കെ പോയി കണ്ടാലോ? വള്ളർക്കാടിന്റെ കാര്യം മാത്രം നോക്കാതെ അല്ലേ കോങ്ങാടിക്കൊക്കെ പോകണം.